എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ആവിത്താത്തയുടെ ബ്രെഡ് പുഡിംഗ് റെസിപ്പി ട്രൈ ചെയ്താലോ? ഞാൻ ആക്ച്വലി രാത്രി ലോഗ് ഔട്ട് ചെയ്തിട്ട് ഇത്തിരി റിലാക്സ് ചെയ്യാൻ വേണ്ടി ടിവിയുടെ മുന്നിൽ വന്നിരുന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ആവിത്താത്ത പറഞ്ഞു ബ്രെഡ് പുഡിംഗ് റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാമെന്ന്. എനിക്ക് യൂഷ്വലി ഇത്തയുടെ റെസിപ്പീസ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നാറ്. കാരണം എനിക്ക് വെള്ളം തിളപ്പിക്കാൻ പോലും അറിയില്ല. ബട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ രാവിലെ പിള്ളേർ എണീറ്റ് വരുമ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. ബ്രെഡ് സ്ലൈസസ്, എഗ്സ്, മിൽക്ക്, വെനില എസൻസ്, കണ്ടൻസ്ഡ് മിൽക്ക്, ഷുഗർ. ശരിക്കും ജാം കൂടെ വേണ്ടതാണ്. ജാം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബേക്കിംഗ് ഡിഷിനകത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിലേക്ക് പ്രിപ്പയർ ചെയ്ത കസ്റ്റേർഡ് ഒഴിക്കണം. ആൻഡ് ഫൈനലി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ. കേൾക്കുമ്പോഴും ഭയങ്കര സിമ്പിളാണ്, ചെയ്യാൻ അതിനേക്കാളും സിമ്പിളാണ്. ഓൾ ഇൻ ഓൾ എനിക്കിതൊരു 15-20 മിനിറ്റിന് താഴെ എടുത്തുള്ളൂ. ഇത് അവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പോയി എൻ്റെ ബാക്കി സ്കിൻ കെയറും ബാക്കി റുട്ടീൻസും എല്ലാം ഫിനിഷ് ചെയ്ത് വന്നപ്പോഴേക്കും പുഡിംഗ് റെഡിയായി. അടുത്ത ദിവസം രാവിലെ ഈ പുഡിംഗ് എൻ്റെ പിള്ളേർ കഴിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ പിള്ളേരുടെ ഹാപ്പിനെസ്സിന് റീസണായ ആ വിത്താത്തയ്ക്കും ഒരു വലിയ താങ്ക് യു. അടുത്ത റീലിൽ കാണാം. അതാ, നമസ്തേ, ബൈ.